ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലതരം ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ സാധാ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാറുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചോറെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുളിമണം ഉള്ള ചോറ് എടുക്കാതിരിക്കുക. അതുപോലെ വെള്ളം ചേർക്കാത്ത, നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം ഒട്ടുമില്ലാത്ത ചോറ് വേണം എടുക്കാനായിട്ട്. പുളിമണമുള്ള ചോറ് എടുക്കാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്ന്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്നത് കാസർഗോഡൻ സ്റ്റൈലിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കടുമ്പാണ് ഇതിലാദ്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കടുമ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമ്മൾ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എത്രത്തോളം തിക്കായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നോ, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നല്ല മഷി പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല തിക്കായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ, അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല വെന്തിട്ടുള്ള ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം അങ്ങനെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം, അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള പത്തിരി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നൈസ് പത്തിരി പൊടി ഉണ്ടല്ലോ, ഈ ഒരു പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാ പച്ചരിപ്പൊടി ഉണ്ടല്ലോ, റൈസ് ഫ്ലോർ, അങ്ങനെയുള്ള പൊടി വാങ്ങിയിട്ട്, നമുക്ക് റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു പൊടി എല്ലാ ഷോപ്പിലും ഉണ്ടാവും. ആ ഒരു പൊടി വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. കളറൊന്നും മാറാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ആ ഒരു പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കാസർഗോഡൻ പത്തലിൻ്റെ പൊടി ചേർക്കാതിരിക്കുക, ആ ഒരു പൊടി ചേർക്കരുത്. ഇങ്ങനെയുള്ള ഈ ഒരു 2 പൊടി ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ പച്ചരിപ്പൊടി വറുത്തിട്ടുള്ള പൊടി തന്നെയാണ് കേട്ടോ പാക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ആദ്യം 1/2 കപ്പായിരുന്നു ചേർത്ത് കൊടുത്ത, പോരാ എന്ന് തോന്നിയപ്പോൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു അളവ് എന്ന് പറയുന്നത് 1/2 കപ്പ് മുതൽ നമുക്ക് 1 കപ്പ് വരെ പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന്, ബോൾസാക്കി എടുക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ആ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ഇച്ചിരി തേങ്ങയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കടുമ്പാണല്ലോ ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. തേങ്ങ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കരുത് ഈ ഒരു സമയത്ത്, മാവ് ലൂസായി പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കടുമ്പ് ഉണ്ടാക്കിയെടുത്ത ശേഷം ഒന്ന് തേങ്ങയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാറുണ്ട്, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ഒരു മാവിലോട്ട് ചേർത്ത് കൊടുക്കാതെ, ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം. ഇനി നമ്മളിത് കടുമ്പ് ഇതുപോലെ സാധാരണ ചെയ്യാറുള്ള പോലെ ഞങ്ങളിങ്ങനെ കടുമ്പ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ട് ഇതുപോലെയും ചെയ്യാറുണ്ട്, റൗണ്ട് ഷേപ്പിലും ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ ചിരകിയ തേങ്ങയിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക, തേങ്ങ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഓപ്ഷണലാണ്, തേങ്ങയൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു തേങ്ങ തന്നെ മതിയാകും. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. കാണാനൊരു ഭംഗിയാണ്, കഴിക്കാനും കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോൾസാക്കി എടുത്തിട്ട് തേങ്ങയിലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ജസ്റ്റ് കടുമ്പ് എന്ന് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ റൗണ്ട് ബോൾസാക്കി എടുത്തിട്ട് തേങ്ങ ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് മൊത്തത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 20 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടുള്ള കടുമ്പ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ചോറ് വെച്ചിട്ട്. സാധാരണ കാസർഗോഡ് ചെയ്യാറുള്ള കടുമ്പിനേക്കാളും നല്ല ഒരുപടി ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ കറിയൊക്കെ കൂട്ടിയാണ് ഇത് കഴിക്കാറുള്ളത്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള കടുമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം ചോറ് വെച്ചിട്ട് തന്നെ. അപ്പോൾ ഇതിലോട്ടും 2 കപ്പ് ചോറ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെള്ളമൊന്നും ഇല്ലാത്ത ചോറാണ്, ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 2 കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കടുമ്പിൽ കാണിച്ച അതേപോലെ വെള്ളം വേണമെങ്കിൽ മാത്രം 1, 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ. ഇനി നമുക്കിതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. നൈസ് പത്തിരിപ്പൊടി, ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടി, അല്ലാന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി, റൈസ് ഫ്ലോർ ചെറുതായിട്ടൊന്ന് പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കളറൊന്നും മാറാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ പൊടി ചേർത്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് മാവ് ഒന്ന് ആക്കിയെടുത്താൽ മതി. അത്രയും കട്ടിക്ക് ബോൾസ് ആക്കിയെടുക്കാൻ പരുവത്തിന് മാവ് നമ്മൾ ഇത് പൊടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇതിലേക്കും നമ്മൾ പൊടിയുടെ കണക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കുറച്ച് ചിലപ്പോൾ നിറച്ച് തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1/2 കപ്പും നമുക്ക് മതിയാകാറുണ്ട്. നമ്മൾ ചോറ് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു പത്തിരിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിന് ബോൾസ് ആക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിന് തന്നെ കുറച്ച് കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് നിറച്ചെണ്ണ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴക്കാൻ പാകത്തിന് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിക്ക് തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റില്ല പത്തിരി പ്രസ്സിൽ. അപ്പോൾ ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയെടുക്കാനുള്ള ബോൾസ് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. ഇനി നമുക്കിത് ഇതിൽ പ്രസ് ചെയ്തെടുക്കാം ഈ ഒരു പത്തിരി പ്രസ്സിൽ. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. 2 ഷീറ്റിലും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ ഈ ഒരു ഷീറ്റിൽ നിന്നും ഇളക്കിയെടുക്കാൻ ഒരു ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുമ്പോഴും ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കോട്ടൺ ക്ലോത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് എടുത്തിട്ട് നമ്മൾ പാനിലിട്ടിട്ട് പത്തിരി തവയിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ചൂടായ തവയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തവ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഷീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ഒരു 10 വരെ എണ്ണുന്ന സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ സൈഡും കൂടെ കുക്കായി വരുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചുട്ടെടുക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്, ഇതിൽ മാറ്റമൊന്നുമില്ല. ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും തിരിച്ചിട്ടിട്ട് നമ്മളിത് പൊള്ളി വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ചെറുതായിട്ട് പൊള്ളി വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പൊള്ളിച്ചെടുത്ത് നമ്മളിത് മാറ്റിയെടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് സാധാരണ എല്ലാ പത്തിരി നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. അരി വെച്ചിട്ടും പത്തിരി പൊടി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ചോറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ചോറൊക്കെ ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഓരോന്നും ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. പിന്നെ ഇതേപോലെ നമുക്ക് ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുഴക്കാൻ പാകത്തിന് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൽ കാണിക്കുന്നത് ബാക്കി വന്ന ചോറും അതുപോലെ മൈദയും കൂടെ ചേർത്തിട്ട് ലെയർ റൊട്ടിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. മൈദയാകുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ടുള്ള ലെയർ റൊട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കപ്പ് ചോറും ഒരു 3 കപ്പോളം മൈദയും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് പുഴുക്കലരി ചോറും പിന്നെ കുഴക്കാൻ പാകത്തിന് മൈദയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചോറ് അരച്ചെടുക്കണം. എന്നിട്ട് അരച്ചെടുത്ത ശേഷം ഞാൻ പിന്നീട് ഈ ഒരു ബ്ലേഡ് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പിന്നീട് മാറ്റുന്നുണ്ട്. ആദ്യം നമുക്ക് ചോറ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം കുറക്കുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് മൈദയുടെ അളവ് കുറച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അരക്കാൻ പാകത്തിന് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ മൈദ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൈദ ചേർത്തിട്ട് കുഴക്കാൻ പാകത്തിന് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ബ്ലേഡ് ഒന്ന് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ
കുഴച്ചെടുക്കുന്ന ബ്ലേഡ് ഇട്ട് കൊടുക്കാം. നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ആദ്യം ഞാൻ കുറച്ച് പകുതി മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഉപ്പൊക്കെ ചേർക്കാനുണ്ട്, അത് പിന്നീട് ചേർക്കാം. അപ്പം നിങ്ങൾ മിക്സിയിൽ ബ്ലെൻഡറിലിട്ടിട്ട് ചോറ് അരച്ചെടുക്കുക, പത്തിരിക്കൊക്കെ ചെയ്ത പോലെ. എന്നിട്ട് മൈദ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ബാക്കി മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 3 കപ്പ് മൈദയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്ത. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാവ് ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മൈദമാവ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നല്ലോണം കട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കയ്യിലൊരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടീസ്പൂൺ, ഒരുപാടൊന്നുമല്ല. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള ഡോ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. 3 കപ്പ് മൈദമാവ് പാകത്തിനായിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് വെള്ളമാണ് ചോറ് അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം. സെയിം ഇതിൽ തന്നെ നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ലെയർ റൊട്ടി ആയതുകൊണ്ട് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അരമണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ മാറ്റി വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മളിത് ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ബോൾസാക്കി എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിൽ ബോൾസാക്കി ആദ്യം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഓരോന്നും പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള മാവ് നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന സമയം ബാക്കിയുള്ള മാവ് ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ, ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് മൈദ മാവ് ഇതുപോലെ നല്ലോണം തൂക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ റൗണ്ടായിട്ട് വേണമെങ്കിൽ റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുക്കാം. സ്ക്വയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. സ്ക്വയറായിട്ട് തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ ഞാനിപ്പോൾ റൗണ്ടായിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അവസാനം ഒന്ന് സ്ക്വയറാക്കി എടുത്താൽ മതി. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയറായിട്ട് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നീടൊന്ന് സ്ക്വയറാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിത് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു സ്ക്വയർ ഷേപ്പ് പോലെ ഒക്കെ ഏകദേശം ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല. റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും കുറച്ചും കൂടെ നല്ലത് ഈ ഒരു സ്ക്വയറായിട്ട് എടുക്കുമ്പോഴാണ്. ഇനി നമ്മൾ ഇതിലോട്ട് നല്ലോണം ഒന്ന് എണ്ണ ഒരു ബ്രഷ് വെച്ചിട്ട് എണ്ണ നല്ലോണം തൂക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് മൈദ മാവ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും ഇതുപോലെ ഇങ്ങനെ കുറേശ്ശേ ഒന്ന് വെതറി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മടക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ എണ്ണ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ എണ്ണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും മൈദമാവ് തൂക്കി കൊടുക്കുക ഇതുപോലെ. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു സൈഡും കൂടെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടും നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൈദമാവ് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ടും തൂക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, മൈദമാവ് തൂക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കാം കേട്ടോ. മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും പരത്തിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ലെയറായിട്ടൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ലെയറായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചപ്പാത്തി പോലെ പരത്തി വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചോറൊക്കെ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ മാവ് കുഴച്ചെടുത്താൽ മതി. പരത്തുന്നത് സാധാരണ രീതിയിൽ പരത്തിയെടുത്ത് ചെയ്താലും മതി. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ വേറെന്നൊരു ടേസ്റ്റാണ് ഈ ഒരു റൊട്ടിക്ക്. ചപ്പാത്തി പോലെയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ലെയറായിട്ടൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ മാവ് തൂക്കി കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് സ്ക്വയറായിട്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഒരു ബോക്സ് പോലെയല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പരത്തി എടുത്താൽ മതി. സ്ക്വയറായിട്ട് തന്നെ നല്ലോണം തിന്നാക്കി എടുക്കണമെന്നില്ല. അതുപോലെ നല്ലോണം കട്ടിക്കുമല്ല, നോർമലി പരത്താറുള്ള പോലെ പരത്തി എടുത്താൽ മതി. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ പരത്തി അങ്ങനെ ഒരുപാട് നേരം വെക്കാതിരിക്കാം കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ മൊത്തത്തിൽ പരത്തിയത് വേസ്റ്റായി പോകും. അപ്പോൾ ഓരോന്ന് പരത്തി എടുക്കുന്തോറും ചുട്ടെടുത്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് നിരത്തി വെക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മൊത്തത്തിൽ ഇതിപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാന് നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഒന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് കുക്കാകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ല അടിഭാഗം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടെന്നല്ല കേട്ടോ അർത്ഥം. ഇത് നമ്മളിങ്ങനെ പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മാറ്റുന്നതല്ല. നമ്മളിതുപോലെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് 2-3 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഓവറായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യം തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഒരു കാസറോളിൽ ഇട്ട് വെക്കാം കേട്ടോ. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിത് പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലെയറൊക്കെ. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. നമ്മൾ ആദ്യം ലെയർ ചെയ്തിട്ട് ആ ഒരു ബോക്സ് ആക്കി മൊത്തത്തിൽ വെക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തി ചുട്ടെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു സെയിം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പൊറോട്ടയും ആ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പരത്തിയ പോലെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ആ ഒരു കുഴച്ച മാവ് പരത്തിയെടുത്തതാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് മൈദമാവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ മൈദമാവ് മൊത്തത്തിൽ തൂക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മടക്കിയ പോലെയല്ല, ഇതുപോലെ ഇങ്ങനെ ഒരു ഞൊറി ഇടുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ ഞൊറി ഇടുന്ന ഇതറിയുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് പൊറോട്ട ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ മൈദമാവ് തൂക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് തിന്നാക്കിയിട്ടൊന്നുമല്ല, നമ്മൾ പൊറോട്ടയൊക്കെ പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ നേരത്തെ ചെയ്ത അതിനാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പൊറോട്ടയുടെ കറക്റ്റ് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. അതുപോലെ ഒരുപാട് തിന്നാക്കി എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ഓരോന്നും പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പാന് നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ചെറുതായിട്ട് കുക്കാകുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് തന്നെയാണ് നമ്മളിതും കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 3-4 പ്രാവശ്യം ഇതും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ പൊറോട്ട ഒക്കെ ചെയ്യുന്ന ഏകദേശം ആ ഒരു ടെക്സ്ചർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കംപ്ലീറ്റ് കുക്ക് ചെയ്ത ശേഷം ഒരു 3-4 ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പോഴാണ് ശരിക്കും ലെയറായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 3-4 ചുട്ടെടുത്ത് കാസറോളിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒരുമിച്ച് ഒരു 4-5 എണ്ണം ഒരുമിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ ചെയ്യാറുള്ള പോലെ തന്നെയാണ്. പക്ഷേ നമുക്കിത്
ഒരുപാട് ഇത് പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലോണം അത് അടിച്ചടിച്ച് അങ്ങനെയല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്ര പണിയൊന്നുമില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ചുട്ടെടുത്താൽ മതി. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. നല്ലോണം കട്ടിക്ക് ഇതിൽ ശക്തിയോടാക്കി കൊടുക്കണ്ട കേട്ടോ. ഇത് ചോറൊക്കെ ചേർക്കുന്ന കൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റാണിത്. അപ്പോൾ സാവധാനം വേണം ഇതുപോലെ ആക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല എളുപ്പത്തിലാണ് ചെയ്തെടുത്തത്. അതുപോലെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല ലെയറൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കാണിച്ച റൊട്ടിയാണ്. അപ്പോൾ ഇതും നല്ല ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ചോറാണ്. നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊന്നും ഇല്ലാത്ത ചോറ് വേണം എടുക്കാനായിട്ട്. ഒട്ടും വെള്ളമില്ലാത്ത ചോറ് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഒന്നിച്ച് തന്നെ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ എത്രയാണോ ചോറെടുക്കുന്നത് അത്ര തന്നെ ഞാൻ പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. സാധാ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു നൈസ് പത്തിരിപ്പൊടിയാണ്, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പൊടിയാണ്. അതുപോലെ അതില്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചരിപ്പൊടി ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. കാസർഗോഡൻ പത്തൽപ്പൊടി എടുക്കാതിരിക്കാം. അപ്പോൾ ഇതിലോട്ട് പകുതി ഈ ഒരു അരിപ്പൊടി കൂടെ 1.5 കപ്പിൽ നിന്നും നേരെ പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഒരു 1 മുതൽ നമുക്ക് 5 വരെ എണ്ണാനുള്ളൊരു സമയമില്ല, അത്ര മാത്രമേ വേണ്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന പോലെ ഒരു 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക. മൊത്തത്തിൽ 1 മുതൽ 5 വരെ എണ്ണുന്ന സമയം മാത്രം ഇത് റണ്ണിങ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു കുഴഞ്ഞ പരുവത്തിൽ നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിലായി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ല, അല്ല സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പുട്ടുപൊടിക്ക് നനച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. പിന്നെ വേറൊരു രീതിയിലും ചെയ്യാറുണ്ട്, ചോറ് കുറേ കൂടുതൽ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇനി ഒരിക്കലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചോറ് ഫ്രീസറിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. നല്ല പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കട്ട പിടിച്ച പോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതാക്കി കൊടുക്കുക. ഇനി നമ്മളിത് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അരക്കുമ്പോൾ തന്നെ. ഇനി നമ്മളിത് വെള്ളം ചേർത്തിട്ട് നനച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ 2 ബാച്ചായിട്ടല്ല അരച്ചെടുത്ത. അപ്പോൾ 2ഉം കൂടെ നന്നായിട്ട്, ഒന്നിൽ ചിലപ്പോൾ കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുത്ത അരിപ്പൊടി കൂടുതലും കുറവും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവാം. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പകുതി ചേർത്ത് കൊടുത്താലേ. അപ്പോൾ 2ഉം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പുട്ടുണ്ടാക്കിയെടുക്കലാണ്. ഇനി ഇത് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ പുട്ടിയെടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ആദ്യം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ പുട്ട് പൊടി, ഒരു ചോറും അരിപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലെയർ ചെയ്തിട്ട് നമ്മൾ തേങ്ങയും ഇടയ്ക്ക് തേങ്ങയും പിന്നെ അതുപോലെ പുട്ടുപൊടിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, സാധാ ചെയ്യുന്ന പോലെ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടിയാണെങ്കിൽ അതുപോലെ തന്നെ റാഗി പൊടി ചേർത്ത് വേണമെങ്കിലും കൊടുക്കാം. റാഗി പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഇതുപോലെ തന്നെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും റാഗി പൊടിയും ഒക്കെ ചേർത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്, ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ, വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഒട്ടും പൊടിഞ്ഞു പോകാതെ നല്ല ശരിക്കും നമുക്കിത് ഇങ്ങനെ ഇതുപോലെ റിമൂവ് ചെയ്ത് ഇതിനേക്കാളും നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, ചൂടാറിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാ അരിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, നമുക്കിതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടും റാഗി പൊടി വെച്ചിട്ടും ഒക്കെ സെയിം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡലിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇഡലിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്, പുഴുക്കലരി ചോറ് തന്നെ. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. 1.5 കപ്പ് ചോറും 1 കപ്പ് വെള്ളവും എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും കട്ടയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റവയാണ്. 1 കപ്പ് റവയാണ് കേട്ടോ വേണ്ടത് ഈ ഒരളവിൽ. 1 കപ്പ് റവ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ള റവയാണ്. ചെറുതായിട്ട് വറുത്തെടുത്ത് ചൂടാറി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ റവ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മൾ സാധാ റവ കേസരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന റവ തന്നെയാണ്. അപ്പോൾ ഇത് ഉപ്പ് ചേർത്തിട്ട് നമ്മളിതൊരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. 20 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം വെച്ചാൽ മതി, കൂടുതൽ സമയം വെക്കണ്ട. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുക്കുന്നില്ല, റവയൊക്കെ വെള്ളം കുടിച്ച് ഒരു തിക്കായ പരുവത്തിലുണ്ടെങ്കിൽ മാത്രം 1/4 കപ്പ് വെള്ളം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിലോട്ട് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. നമ്മൾ കറക്റ്റ് ഇഡലി മാവിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ആ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാനൊരു ഇച്ചിരി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഇഡലി പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഇഡലി തട്ടിൽ ഞാൻ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ തട്ടിലും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ടിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ഇഡലി തട്ടിൽ നിന്നും ഇഡലി പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ്, കത്തിയോ സ്പൂണോ ഒന്നും ഇല്ലാതെ കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടിപ്പ്. അതൊന്നും ഞാനിപ്പോൾ ഇതിലോട്ട് യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ തട്ടിലും മാവ് നമുക്ക് ഒരു 5 ഇതുപോലുള്ള തട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇഡലി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. അപ്പോൾ വേവിച്ചെടുക്കാം നമുക്ക് ആദ്യം ഇത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്നും മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും റിമൂവ് ചെയ്താൽ മതി. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കാണിച്ചു തരാം റിമൂവ് ചെയ്തിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ സാധാ ഉണ്ടാക്കിയെടുക്കുന്ന ഇഡലി പോലെ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ചോറും അതുപോലെ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് ചോറും റവയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. രാത്രി അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടിപ്പൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്